തിരുവനന്തപുരം നരുവാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തം. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സംഭവം ഇത് ഉച്ച സമയത്ത് സംഭവിച്ചതാണ്. നമ്മളറിഞ്ഞില്ല, നമ്മളെ പള്ളി പോയിരുന്നു. അപ്പോൾ സംഭവം ഇതിലെ വാതിൽ ഇന്നലൊക്കെ ഉണ്ടാക്കി അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അലമാര, ഫർണിച്ചർ എല്ലാ ഐറ്റവും ഉണ്ട്. ഏതാണ്ട് 2.5 കോടി രൂപയുടെ നഷ്ടമുണ്ട്. ഇത് എങ്ങനെ തീപിടിച്ചെന്നെന്തെങ്കിലും ധാരണയുണ്ടോ? ഒരു ധാരണയില്ല. എങ്ങനെ ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണോ തീപിടുത്തം കാണുന്നത്? അല്ല, ആളുകൾ വിളിച്ചാണ് വന്നത്. പള്ളിയിൽ പോയിരുന്ന സമയമായിരുന്നു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു തീപിടുത്തമല്ല. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രവിത, ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരം നരുവാമൂട്ടിലുള്ളത്. വൈകിട്ട് 4 മണിയോട് കൂടിയാണ് നരുവാമൂട്ടിലുള്ള ഒരു ഫർണിച്ചർ ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. വീടിനോട് ചേർന്നുള്ള ഫർണിച്ചർ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. അത് മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അതിന്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. 6 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ രാത്രിയോട് അടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ തീ നിയന്ത്രണ വിധേയമാക്കുക വളരെ പ്രയാസമായിരിക്കും. ഫയർഫോഴ്സ് യൂണിറ്റിനടക്കം പെട്ടെന്ന് വന്ന് എത്താൻ കഴിയാത്തൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ഇത്രത്തോളം ഒരു താമസം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു തെങ്ങ് നിലംപതിക്കുന്നതാണ്. ഈ തീപിടുത്തമുണ്ടായ ഈ പ്രദേശത്ത് നിരവധി തെങ്ങുകളും വലിയ മരങ്ങളുമുണ്ട്. നേരത്തെയും ഒരു തെങ്ങ് ഈ കനത്ത തീപിടുത്തത്തെ തുടർന്ന് നിലംപതിച്ചു. തൊട്ട് സമീപത്ത് ചേർന്ന് നിരവധി വീടുകളുണ്ട്. അത്തരത്തിലൊരു അപകട സാഹചര്യം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ വലിയ മരങ്ങൾക്കും ഒപ്പം തെങ്ങുകൾക്കും അടക്കം തീ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ പിടിച്ച മരങ്ങളും തെങ്ങുകളും താഴേക്ക് നിലംപതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശത്തുള്ളവരെ ഒക്കെ തന്നെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഈ വെള്ളം തീർന്നതിനെ തുടർന്ന് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്തെ ചില ജലാശയങ്ങളിൽ നിന്ന് വെള്ളം എത്തിച്ചാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നത്. ഈ തീപിടുത്തം ഉണ്ടായി ഇതിന് തീ ആളിപ്പടരുന്ന 4 ഭാഗത്തേക്കും തീ പടരാതിരിക്കാനുള്ള ഒരു ക്രമീകരണമാണ് നിലവിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സും വെള്ളവും ആവശ്യമാണ്. ഈ തീപിടുത്തമുണ്ടായ പുരയിടത്തിന്റെ പുറകുവശത്തേക്ക് വലിയ ഫയർ എഞ്ചിനുകൾക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പുറകുവശത്തേക്കുള്ള ഈ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ആ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഒരു പ്രതിസന്ധിയാണ് നിലവിൽ ഫയർഫോഴ്സ് അടക്കം ഇപ്പോൾ നേരിടുന്ന ഒരു കാര്യം. അടുത്തുള്ള വീടുകളിലേക്ക് വെള്ളം തീ ആളിപ്പടരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സുകളും വെള്ളവും എത്തിയെങ്കിൽ മാത്രമേ ഈ അപകട ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഒരു വീടിനോട് ചേർന്ന് വീടിന്റെ പുറകുവശത്തായിരുന്നു ഈ ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. വലിയ നിരവധി തടികളടക്കം ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നു. ഫർണിച്ചർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഗോഡൌൺ കൂടിയായിരുന്നു. ഈ സമയത്ത് ഇവിടെ തൊഴിലാളികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ ഗോഡൌൺ ഉടമയും കുടുംബവും പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ നാട്ടുകാരാണ് ഈ തീപിടുത്തമുണ്ടായ വിവരം ഇവരെ അറിയിക്കുന്നത്. 4:10 കൂടി തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ളവരെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തിരുവനന്തപുരത്താണ് വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. നരുവാമൂട്ടിലാണ് ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് MG പ്രതീഷ് നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.